റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്താണ്, ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ലേ, വേർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചത്. ഈ പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ √2, √3, √5, √7, പൈ എന്നൊക്കെ പറയുന്ന നമ്പേഴ്സിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. നൗ വി നീഡ് ടു പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ ഓർ √3 ഈസ് ഇറാഷണൽ. അപ്പൊ ആ നമ്പേഴ്സ് ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഷുവർ ആയിട്ടും നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ ഓർ √3 ഈസ് ഇറാഷണൽ ഓർ അതേ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അതിനു മുമ്പായിട്ട് ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രൂഫ് ആവശ്യമില്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞിരിക്കാം. ആണ് തിയറം. Let P be a prime number if P divides a square, then P divides A where A is a positive integer. P എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ if P divides a square, for example 3 is a prime number. If 3 divides some number square, ഒരു നമ്പറിന്റെ സ്ക്വയറിനെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഫോർ എക്സാമ്പിൾ 3 divides 9 square. If 3 divides 9 square, then 3 divides 9 also എന്നുള്ളതാണ്. ഒരു പ്രൈം നമ്പർ ഒരു നമ്പറിന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ we can divide that number with the prime number also. അതാണ് ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. സോ ദ നെക്സ്റ്റ് വൺ വി നീഡ് ടു പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. നമ്മളിവിടെ കോൺട്രഡിക്ടറി മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇറാഷണാലിറ്റി ഓഫ് ദ നമ്പേഴ്സ് പ്രൂവ് ചെയ്യുന്നത്. കോൺട്രഡിക്ടറി മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്തതിന് ശേഷം പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ അസംഷൻ, നമ്മൾ അങ്ങനെ ഒരു അസംഷൻ എടുത്തത് കൊണ്ടാണ് നമുക്ക് ഒരു റോങ് കൺക്ലൂഷൻ കിട്ടിയത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് കോൺട്രഡിക്ടറി മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നാണ്. ബട്ട് വി അസ്യൂം ദാറ്റ് √2 ഈസ് എ റാഷണൽ നമ്പർ. നമ്മൾ അസ്യൂം ചെയ്യുന്നു √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന്. റാഷണൽ നമ്പറിന്റെ പ്രത്യേകത നമുക്കറിയാം. എവരി റാഷണൽ നമ്പർ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ അല്ലെ. എല്ലാ റാഷണൽ നമ്പറിനെയും നമുക്ക് പി ബൈ ക്യൂ ഫോമില് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ വി ക്യാൻ റെപ്രസെന്റ് √2 as p by q where p and q are integers and q not equal to 0. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഇനി ഈ p by q എന്നുള്ളതിൽ ഏതെങ്കിലും ഒക്കെ കോമൺ ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സിംപ്ലിഫൈഡ് ഫോമായ a by b ഫോമിൽ കൊണ്ടുവരുന്നു. അപ്പൊ p by q എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫോം ആണ്. അപ്പൊ അതിനകത്ത് ചിലപ്പോ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ആ കോമൺ ഫാക്ടേഴ്സിനെ എല്ലാം ഡിവൈഡ് ചെയ്ത് കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫോമിൽ നമ്മൾ കൊണ്ടുവരുന്നു. അതായത് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദ ഫ്രാക്ഷൻ കൊണ്ടുവരുന്നു. സിംപ്ലിഫൈഡ് ഫോമിൽ കൊണ്ടുവരുമ്പോൾ ഈ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പറും ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പറും തമ്മിൽ കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാകില്ല. 1 മാത്രമേ ഉണ്ടാവൂ. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിന്റെയും കോമൺ ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടറും ഈ രണ്ട് നമ്പറിനും കാണില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് co-prime numbers. Okay, so here A and B are co-prime numbers. Co-prime means there is no common factor other than 1. 1 എന്ന് പറയുന്ന ഒരു നമ്പർ അല്ലാതെ വേറെ ഒരു നമ്പറും ഇതിനകത്ത് കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2/3 എന്ന് പറയുമ്പോൾ 2നും 3ക്കും 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ആയിട്ടൊന്നും ഇല്ല. നമുക്ക് 2നെയും 3യെയും കോമൺ ആയിട്ട് ഒരു നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. Then 5/9. 5/9 is also a co-prime. 5 and 9 are co-prime numbers. 5നും 9നും കോമൺ ആയിട്ട് ഒരു ഫാക്ടേഴ്സും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ co-prime numbers എന്ന് വിളിക്കുന്നത്. Here A and B are co-prime numbers. Now we need to square on both sides. So √2 square. √2 square is 2. That is equal to A by B the whole square. That is A square by B square. From this, just cross multiply. So we can write that 2b square is equal to a square. A square can be written as 2 into some
b square. That means 2 divides a square. അല്ലേ? ഒരു നമ്പറിനെ 2 into multiply എഴുതി കഴിഞ്ഞാൽ we can divide that number with 2. That means 2 divides a square. പഠിച്ച പ്രൂഫിൽ നമ്മൾ പഠിച്ചു 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. If p divides a square, then p divides a also. 2 divides a square ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 divides a. Using that theorem, 2 divides a. So 2 divides a ആണെങ്കിൽ then a can be written as a multiple of 2. അല്ലേ? 2 divides a ആണെങ്കിൽ then a is a multiple of 2. 2 into some other number c. Now we can write a square as 4c square. Substitute the value of a square in this equation. Then equation number 1 എന്ന് കൊടുക്കാം. ഈ equationലെ a square പകരം 4c square substitute ചെയ്യുക. That is 2b square equal to 4c square. We can cancel 2 on both sides. b square equal to 2c square. So b square equal to 2c square means 2 divides b square. അല്ലേ? 2 divides b square. Therefore, by using that theorem, we can say that 2 divides b. 2 divides a and 2 divides b. That means 2 is a common factor for both a and b. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന എന്താണ്? a and b are co-prime numbers. അതായത് എക്കും ബിക്കും 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല എന്നായിരുന്നു നമ്മൾ എടുത്തത്. പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 is a common factor for both a and b. അല്ലേ? 2 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആണ്. എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണ് 2 എന്ന് കിട്ടി. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ആർ കോപ്രൈം നമ്പേഴ്സ്. എ ആൻഡ് ബി കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ഇങ്ങനെ ആ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ? ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തത് √2 റാഷണൽ നമ്പർ ആണെന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പ്രൂവ് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് √2 ഈസ് ആൻ irrational number. Now we can do the exercise problems. Exercise 1.2. The first one, we need to prove that √5 is an irrational number. തൊട്ട് മുമ്പ് √2ന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് we need to suppose that √5 is a rational number. √5 ഒരു റാഷണൽ നമ്പർ ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം every rational number can be expressed in the form of p by q, where p and q are integers and q not equal to 0. And now, after dividing all the common factors, we need to write √5 in the form of a by b, where a and b are co-prime numbers. p by q ഫോമിൽ ആയിരുന്നു. അതിൽ നിന്ന് കോമൺ ഫാക്ടർ എല്ലാം ഡിവൈഡ് ചെയ്തതിന് ശേഷം 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. Now squaring on both sides, √5 square is 5. That is equal to a square by b square. By cross multiplying, we can say that 5b square equal to a square. From this, we can write 5 divides a square. 5 is a prime number. If 5 divides a square, then 5 divides a also. If 5 divides a, then we can write a as a multiple of 5, some number into 5. So from this, a square equal to 25 c square. Substitute the value of a square in this equation. So it becomes 5b square equal to 25 c square. By cancelling 5, we can write that b square equal to 5c square. That means 5 divides b square. Okay, b square equal to some multiple of 5 and 80. So we can say that 5 divides b square. So 5 is a prime number. If 5 divides b square, then 5 divides b also. 5 divides a and also 5 divides b. That means 5 is a common factor for both a and b.
അപ്പൊ 5 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. ബട്ട് ഇറ്റ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ആർ കോപ്രൈം നമ്പേഴ്സ്. നമ്മൾ എടുത്തേക്കുന്നത് എയും ബിയും കോപ്രൈം നമ്പേഴ്സ് എന്നാണ്. ദാറ്റ് ഈസ് ദർ ഇസ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടി 5 is a common factor for both A and B. So this contradicts the fact that A and B are coprime numbers. This is because of our wrong assumption. Therefore, root 5 is an irrational number. The next one, we need to prove that 3 plus 2 root 5 is irrational. The irrationality prove ചെയ്യാനുള്ളതിനെല്ലാം നമ്മൾ ആദ്യം assume ചെയ്യുന്നത് the given number is a rational number എന്നുള്ളതാണ്. So here also we need to suppose that 3 plus 2 root 5 is rational number. So we can write 3 plus 2 root 5 as P by Q, where P and Q are integers and Q not equal to 0. Now by dividing all the common factors from P and Q, we can write that in the simplified form, that is 3 plus 2 root 5 equal to A by B, where A and B are co-prime numbers. ഇത്രയും നേരം ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്തത് സ്ക്വയറിംഗ് ആയിരുന്നു. ഇവിടെ സ്ക്വയറിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് 2 root 5 equal to A by B minus 3. ഈ 3 അങ്ങ് അപ്പുറത്ത് പോവുക. A by B minus 3, that is 2 root 5 equal to, we can write this as A minus 3B by B. So from this, root 5 equal to A minus 3B, the whole divided by 2B. Okay. So, നമ്മൾ എടുത്തത് A and B are integers and A and B are coprime numbers and also A and B are integers. A and B integers ആണെങ്കിൽ A minus 3B ഒരു integer ആണ്, 2B ഒരു integer ആണ്. So this is also a rational number. A minus 3B by 2B എന്ന് പറയുന്നതും ഒരു rational number ആണ്. Right hand side rational ആണെങ്കിൽ that means the left hand side is also rational. That means root 5 is rational. പക്ഷേ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് root 5 എന്ന് പറയുന്നത് ഒരു irrational number ആണ്. So this contradicts the fact that root 5 is irrational. This is because of our wrong assumption. Therefore 3 root 5 is an irrational number. അപ്പൊ ഈ പ്രോബ്ലം ചോദിക്കുമ്പോൾ അപ്പൊ അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് യു നീഡ് ടു പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നേക്കും പ്രൂവ് ദാറ്റ് 3 plus 2 root 5 is irrational, where root 5 is an irrational number. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അവിടെ ആ പ്രൂഫിന്റെ ആവശ്യമില്ല. അതല്ല റൂട്ട് 5 ഇറാഷണൽ എന്ന് തന്നിട്ടില്ല, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും ആണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് 1 by root 2 is irrational. Here also we need to suppose that 1 by root 2 is a rational number. So we can write 1 by root 2 as P by Q, where P and Q are integers and Q not equal to 0. And also it can be represented in the form of A by B, where A and B are integers and A and B are co-prime numbers also. So if 1 by root 2 equal to A by B, we can write root 2 equal to B by A. A by B എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതിൽ A by B എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ B by A ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. B by A എന്ന് പറയുന്നതും ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് root 2 ഈസ് റാഷണൽ, but that contradicts the fact that root 2 is an irrational number. This is because of our wrong assumption that 1 by root 2 is rational. Therefore 1 by root 2 is an irrational number. ഇതിന്റെ എല്ലാം ആ ഒരു മെത്തേഡ് ഒരുപോലെ തന്നെയാണ്. ജസ്റ്റ് റാഷണൽ ആണെന്ന് എടുക്കുന്നു, അതിനെ ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇനി 2 പ്രോബ്ലം കൂടെ ഉണ്ട്, അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ കമന്റ് വഴിയും ചോദിക്കാം.